അപ്പോൾ സതീശൻ്റെ ഒരു പ്രശ്നം അല്ലെങ്കിൽ സതീശനെക്കുറിച്ചുള്ള കോൺഗ്രസ്സിലുള്ള ഏറ്റവും വലിയ ആരോപണം എന്ന് പറയുന്നത് സതീശൻ ഏകപക്ഷീയമായി നിലപാടുകൾ പ്രഖ്യാപിക്കുന്നു. അദ്ദേഹം നിലപാടുകൾ പ്രഖ്യാപിച്ചതിന് ശേഷം അത് കോൺഗ്രസിനെ അടിച്ചേൽപ്പിക്കുന്നു എന്നുള്ളതാണ്. കഴിഞ്ഞ തവണ കണ്ടത് നിലമ്പൂർ ബൈ ഇലക്ഷന് ശേഷം അദ്ദേഹത്തിന് ക്യാപ്റ്റൻ എന്ന് പ്രയോഗിച്ചതുമായി ബന്ധപ്പെട്ട് രമേശ് ചെന്നിത്തലയും ഇദ്ദേഹം തമ്മിൽ നടത്തുന്ന ഒരു വലിയൊരു പോരാട്ടം കണ്ടു. ഒരു കാലത്ത് വലിയ രീതിയിൽ കോൺഗ്രസിനെ കുറിച്ചുള്ള ആരോപണം എന്ന് പറയുന്നത് രണ്ട് പ്രതിപക്ഷ നേതാവുള്ള പാർട്ടി എന്നായിരുന്നു. ഇപ്പോൾ നിലവിലുള്ള വിഷയം എന്ന് പറയുന്നത് കോൺഗ്രസിന് ഭൂരിപക്ഷം കിട്ടിക്കഴിഞ്ഞാൽ ആരായിരിക്കും മുഖ്യമന്ത്രി എന്നുള്ളതാണ്. സ്വാഭാവികമായിട്ടും രമേശ് ചെന്നിത്തല തന്നെയാണ് മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് വരേണ്ടതെന്ന് എല്ലാവർക്കും അറിയാം. ഇവർക്ക് രണ്ടുപേർക്കും സംഭവിക്കാൻ വന്നൊരു ദുരന്തം എന്ന് പറയുന്നത് ഇവർ രണ്ടുപേരും അല്ലാത്തൊരു നേതാവ് മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് വരും എന്നാണ്. രാജേട്ടാ നമസ്കാരം. രാജേട്ടാ, ഈ മുഖ്യമന്ത്രിയെ ചൊല്ലി കോൺഗ്രസിനകത്ത് അടി തുടങ്ങി. ഇന്നലെ ശശി തരൂർ മാത്രമാണ് ഒരു കറക്റ്റായിട്ടുള്ള ഒരു സ്റ്റേറ്റ്മെൻറ്റ് ഇറക്കിയത്. ആദ്യം വീട് പണി കഴിഞ്ഞിട്ട് ഫർണിച്ചർ വാങ്ങിയാൽ പോരെ എന്നൊരു ചോദ്യമാണ് അദ്ദേഹം മാധ്യമപ്രവർത്തകരോട് ചോദിച്ചത്. കാരണം അദ്ദേഹത്തെ സംബന്ധിച്ചിട്ട് ഒരു കൃത്യമായ അനലൈസും കാര്യങ്ങളും ഒക്കെ അദ്ദേഹത്തിൻ്റെ കൈവശം ഉണ്ട് എന്നുകൊണ്ട് നമ്മൾ മനസ്സിലാക്കാനായിട്ട്. അപ്പോൾ അതിൻ്റെ അടിസ്ഥാനത്തിലാണ് അദ്ദേഹത്തിൻ്റെ ഈ ഒരു സ്റ്റേറ്റ്മെൻറ്റ് മനസ്സിലാക്കണം. ഇപ്പോൾ വി ഡി സതീശൻ എറണാകുളം ജില്ലയിൽ നിന്നൊരു മുഖ്യമന്ത്രി വേണം എന്നുള്ള തുടക്കം ഇട്ടത് മുഹമ്മദ് ഷിയാസാണ്. ഇന്നിപ്പോൾ അതിനെ എതിർത്തുകൊണ്ട് കെ ബാബു രംഗത്ത് വന്നിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ഡൊമിനിക് പ്രസന്റേഷൻ രംഗത്ത് വന്നിട്ടുണ്ട്. കാരണം കോൺഗ്രസിനകത്തു നിന്ന് വേണം ഒരു മുഖ്യമന്ത്രി എന്ന രീതിയിലാണ് പ്രസ്താവന വന്നിട്ടുള്ളത്. എങ്ങനെ നോക്കിക്കാണുന്നു? കാരണം വി ഡി സതീശൻ്റെ ഏകാധിപത്യം അവസാനിപ്പിച്ച് വനവാസത്തിന് പോകേണ്ടി വരുമോ? അല്ല, വനവാസത്തിന് പോകണോ എന്നതിനൊക്കെ അപ്പുറത്തേക്ക് ഒന്ന് ഈ കോൺഗ്രസിൽ ഈ എല്ലാ കാലത്തും ഉള്ളതാണല്ലോ രണ്ടുപേർ തമ്മിലുള്ള പോരാട്ടം എന്ന് പറയുന്നത്. അത് നേരത്തെ എ കെ ആൻ്റണിയും കരുണാകരനും തമ്മിലായിരുന്നു. പിന്നീട് അത് ഉമ്മൻചാണ്ടിയും രമേശ് ചെന്നിത്തലയും തമ്മിലായി. കഴിഞ്ഞ പ്രാവശ്യം ഈ KPCC പ്രസിഡന്റും അതുപോലെ തന്നെ വി ഡി സതീശനും പ്രതിപക്ഷ നേതാവും തമ്മിലുള്ള പോരാട്ടം നമ്മൾ കണ്ടതാണ്. അങ്ങനെയാണല്ലോ ഈ കെ സുധാകരനെ KPCC അധ്യക്ഷ സ്ഥാനത്ത് നിന്ന് മാറ്റി ഒന്നിനും അതിന് വായിൽ വിരലിട്ടാൽ പോലും കടിക്കാത്ത സണ്ണി ജോസഫിനൊക്കെ KPCC അധ്യക്ഷനായി കൊണ്ടുവരുന്നതൊക്കെ അങ്ങനെയാണ്. സതീശന് വേണ്ടിയിട്ടായിരുന്നു ആ ഒരു മാറ്റം. അപ്പോൾ സതീശൻ്റെ ഒരു പ്രശ്നം അല്ലെങ്കിൽ സതീശനെക്കുറിച്ചുള്ള കോൺഗ്രസ്സിലുള്ള ഏറ്റവും വലിയ ആരോപണം എന്ന് പറയുന്നത് സതീശൻ ഏകപക്ഷീയമായി നിലപാടുകൾ പ്രഖ്യാപിക്കുന്നു. അദ്ദേഹം നിലപാടുകൾ പ്രഖ്യാപിച്ചതിന് ശേഷം അത് കോൺഗ്രസിനെ അടിച്ചേൽപ്പിക്കുന്നു എന്നുള്ളതാണ്. നമുക്കറിയാം കോൺഗ്രസ് എന്ന് പറയുന്നത് ഏറ്റവും വലിയ ജനാധിപത്യ പാർട്ടിയാണ്. അവർക്ക് എന്തൊക്കെ പോരായ്മയുണ്ട് എന്ന് പറയുമ്പോഴും ഏറ്റവും കൂടുതൽ ജനാധിപത്യമുള്ള ഇന്ത്യയിലെ ഏക രാഷ്ട്രീയ പാർട്ടി കോൺഗ്രസ് ആണെന്ന് തന്നെ നമുക്ക് പറയാം. ഇപ്പം BJP അത്തരത്തിലൊരു ജനാധിപത്യമില്ല. BJP നരേന്ദ്രമോദിയും നരേന്ദ്രമോദിയും ചേർന്ന് തീരുമാനിക്കുന്നു, അത് നടപ്പിലാക്കുന്നു. BJP അധ്യക്ഷനെ പോലും നമുക്ക് അത്ര സുപരിചിതനല്ല. അതുപോലെ തന്നെ CPM അതിനൊരു ചട്ടക്കൂടുണ്ട്. അവർ കൃത്യമായി കാര്യങ്ങൾ ഒരാൾ തീരുമാനിക്കുന്നു, അത് എല്ലാ ആളുകളും അനുസരിക്കുന്നു എന്നുള്ളതാണ്. പക്ഷേ കോൺഗ്രസ്സിൽ അങ്ങനെ ആയിരുന്നില്ല. അതൊക്കെ പറയുമ്പോഴും കോൺഗ്രസ്സിൽ ഈ അധികാരത്തിലൊക്കെ വരുന്ന സമയത്ത് ഏതാണ്ട് ഒരു നേതാവിലേക്ക് ചുരുങ്ങുന്ന ഒരു അവസ്ഥയ്ക്ക് ഉണ്ടായിരുന്നു. അത് കെ കരുണാകരൻ്റെ കാലത്തുണ്ടായിരുന്നു, അതുപോലെ തന്നെ എ കെ ആൻ്റണിയുടെ കാലത്തുണ്ടായിരുന്നു, ഒരു പരിധിവരെ ഉമ്മൻചാണ്ടിയുടെ കാലത്തും അതുണ്ടായിരുന്നു. അതിനുശേഷമാണ് ഈ തീരെ ഒരു ഒറ്റ നേതാവിലേക്ക് ഒതുങ്ങാത്തൊരു സാഹചര്യം ഉണ്ടായത്. പക്ഷേ കഴിഞ്ഞ ഈ ബൈ ഇലക്ഷൻ്റെ സമയത്തൊക്കെ പ്രതിപക്ഷ നേതാവായ വി ഡി സതീശൻ അദ്ദേഹത്തിൻ്റെ അപ്രമാദിത്വം ഉറപ്പിക്കാൻ വേണ്ടി പല തരത്തിൽ അദ്ദേഹം പോരാടുന്നത് നമ്മൾ കണ്ടു. അദ്ദേഹം വളരെ ക്ഷുഭിതനാവുന്നത് നമ്മൾ കണ്ടു. പലരോടും വളരെ റാഷായി പെരുമാറുന്നതൊക്കെ നമ്മൾ കണ്ടു. പക്ഷേ അതൊക്കെ കോൺഗ്രസിന് അധികാരത്തിൽ എത്തിക്കാൻ വേണ്ടിയിട്ടാണ് എന്നത് തന്നെയാണ് അദ്ദേഹം പറഞ്ഞുകൊണ്ടിരുന്നത്. ഇപ്പോൾ ഏറ്റവും അവസാനം നമ്മൾ കഴിഞ്ഞ തവണ കണ്ടത് നിലമ്പൂർ ബൈ ഇലക്ഷന് ശേഷം അദ്ദേഹത്തിന് ക്യാപ്റ്റൻ എന്ന് പ്രയോഗിച്ചതുമായി ബന്ധപ്പെട്ട് രമേശ് ചെന്നിത്തലയും ഇദ്ദേഹം തമ്മിൽ നടത്തുന്ന ഒരു വലിയൊരു പോരാട്ടം കണ്ടു. അന്ന് തന്നെ രമേശ് ചെന്നിത്തലയ്ക്ക് ഈ അപകടം മണത്തിരുന്നു. രമേശ് ചെന്നിത്തല കുറച്ചു കാലം എന്നെ പരിഗണിക്കുന്നില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അദ്ദേഹം രാഷ്ട്രീയ പൊതുരംഗത്തു നിന്നൊക്കെ മാറി നിൽക്കാനൊക്കെ അല്ലെങ്കിൽ കോൺഗ്രസിൽ വളരെ സജീവമായി നിൽക്കുന്നത് പോലും ഒരു പരിധിവരെ കുറച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ പുള്ളിക്ക് അത് അപകടം മനസ്സിലായപ്പോഴാണ് പുള്ളി പിന്നീട് വീണ്ടും പ്രസ്താവനയൊക്കെ ആയിട്ട് വരികയൊക്കെ ചെയ്തു. ഒരു കാലത്ത് വലിയ രീതിയിൽ കോൺഗ്രസിനെ കുറിച്ചുള്ള ആരോപണം എന്ന് പറയുന്നത് രണ്ട് പ്രതിപക്ഷ നേതാവുള്ള പാർട്ടി എന്നായിരുന്നു. കേരളത്തിൽ രണ്ട് പ്രതിപക്ഷ നേതാവുണ്ട്. ഒന്ന് രമേശ് ചെന്നിത്തല പ്രതിപക്ഷ നേതാവിൻ്റെ റോളിൽ ഇപ്പോഴും നിൽക്കുന്നു. അദ്ദേഹത്തിന് 5 വർഷം കഴിഞ്ഞപ്പോൾ അദ്ദേഹത്തിൻ്റെ പ്രതിപക്ഷ നേതാവ് സ്ഥാനത്ത് നിന്ന് മാറ്റിയെങ്കിൽ പോലും അത് ഉൾക്കൊള്ളാൻ വേണ്ടി രമേശ് ചെന്നിത്തലയ്ക്ക് ഒരിക്കലും കഴിഞ്ഞിരുന്നില്ല എന്നുള്ളതാണ് സത്യം. കാരണം പ്രതിപക്ഷ നേതാവ് സ്ഥാനത്ത് നിന്ന് മാറിക്കഴിഞ്ഞു അവിടെ മറ്റൊരാൾ വരികയും അത് ക്ലെയിമാവുകയും ചെയ്താൽ സ്വാഭാവികമായിട്ടും അധികാരത്തിൽ തിരിച്ചെത്തിക്കഴിഞ്ഞാൽ ആ പ്രതിപക്ഷ നേതാവിനെ ആയിരിക്കും പരിഗണിക്കുക, നിലവിലുള്ള പ്രതിപക്ഷ നേതാവിനെ ആയിരിക്കും പരിഗണിക്കുക എന്നുള്ളത് കൊണ്ടും മാത്രമല്ല അദ്ദേഹമായിരിക്കും കോൺഗ്രസിനെ സജ്ജമാക്കുക എന്നുള്ളൊരു പതിവ് രീതി ഉണ്ട്. അതുകൊണ്ട് തന്നെ രമേശ് ചെന്നിത്തല ഭയന്നിരുന്നു നേരത്തെ നമുക്കറിയാം. അതുകൊണ്ടാണ് രമേശ് ചെന്നിത്തല പലപ്പോഴും പല വിഷയങ്ങളും ഒറ്റക്കെട്ട്
ഒറ്റക്കെട്ടായി പ്രഖ്യാപിക്കുന്നതിന് പകരം ഒറ്റയ്ക്ക് പത്രസമ്മേളനം വിളിക്കുകയും അദ്ദേഹം ഒറ്റയ്ക്ക് ആരോപണങ്ങൾ ഉന്നയിക്കുകയും ഒക്കെ ചെയ്തുകൊണ്ടിരുന്നു. അത് തുടർന്നു. അവസാന ഘട്ടം വരെ രമേശ് ചെന്നിത്തല അതുമായിട്ട് തന്നെ മുന്നോട്ട് പോയി. ഒരിക്കലും പ്രതിപക്ഷ നേതാവുമായി കൂടിയാലോചിച്ചുകൊണ്ടുള്ള ഒരു സമരമുഖത്തും അദ്ദേഹം ഉണ്ടായിരുന്നില്ല, ഒരു ആരോപണത്തിലും അദ്ദേഹം ഉണ്ടായിരുന്നില്ല. അദ്ദേഹം എല്ലാ കാലത്തും കഴിഞ്ഞ 5 വർഷക്കാലത്തും അദ്ദേഹം ഈ ഭരണകക്ഷി അല്ലെങ്കിൽ LDF-നെതിരെ അല്ലെങ്കിൽ പിണറായി സർക്കാരിനെതിരെ ആരോപണം ഉന്നയിച്ചതൊക്കെ സിംഗിൾ ആയിട്ടായിരുന്നു, ഒറ്റയ്ക്കായിരുന്നു എന്നുള്ളത് തന്നെ നമ്മൾ കാണേണ്ടതുണ്ട്. രമേശ് ചെന്നിത്തല ഉന്നയിക്കുന്ന ആരോപണങ്ങൾ പ്രതിപക്ഷ നേതാവ് എന്നുള്ള നിലയിൽ ഒരിക്കലും VD സതീശനും ഏറ്റെടുത്തില്ല എന്ന് നമ്മൾ കാണേണ്ടതുണ്ട്. അതൊക്കെ കൊണ്ടാണ് പല കാര്യങ്ങളും പല ആരോപണങ്ങളും ക്ലച്ച് പിടിക്കാതെ പോയത്. കോൺഗ്രസിൽ ഒരു ഐക്യരൂപം ഉണ്ടായിരുന്നില്ല എന്നുള്ളതുകൊണ്ട് തന്നെ ഇപ്പോൾ നിലവിലുള്ള വിഷയം എന്ന് പറയുന്നത് കോൺഗ്രസിന് ഭൂരിപക്ഷം കിട്ടിക്കഴിഞ്ഞാൽ ആരായിരിക്കും മുഖ്യമന്ത്രി എന്നുള്ളതാണ്. സ്വാഭാവികമായിട്ടും രമേശ് ചെന്നിത്തല തന്നെയാണ് മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് വരേണ്ടതെന്ന് എല്ലാവർക്കും അറിയാം. പക്ഷേ ഇതിലൊരു പ്രശ്നമുള്ളത് ഈ നിലവിലുള്ള സമയത്ത് UDF-ന്റെ ചെയർമാൻ എന്നുള്ള രീതിയിൽ VD സതീശനാണ് കാര്യങ്ങളെല്ലാം നിയന്ത്രിച്ചിരുന്നത്, തീരുമാനിച്ചിരുന്നത്. 4 ബൈ ഇലക്ഷൻ്റെ സമയത്തും ബൈ ഇലക്ഷനിൽ ജയിച്ചപ്പോഴും അത് പൂർണ്ണമായും VD സതീശൻ്റെയും കൂടി പ്രയത്നഫലമായിട്ടാണ്. ഇപ്പോൾ പാലക്കാട് ഉപതെരഞ്ഞെടുപ്പിൽ രാഹുൽ മാങ്കൂട്ടം ബഹുഭൂരിപക്ഷത്തിൽ വിജയിച്ചപ്പോൾ അതിൻ്റെ പൂർണ്ണമായും ക്രെഡിറ്റ് എനിക്കാണ് എന്ന് പറയാതെ പറയുകയായിരുന്നു VD സതീശൻ. ചേലക്കരയിൽ പക്ഷേ പുള്ളി ആ ഉത്തരവാദിത്വം ഏറ്റെടുത്തില്ലായിരുന്നു. ചേലക്കരയിൽ ഏറ്റെടുത്തില്ല. കാരണം ചേലക്കരയിൽ അറിയാം, ബാക്കി 3 സ്ഥലം എന്ന് പറഞ്ഞാൽ UDF മണ്ഡലങ്ങളാണ്. പുതുപ്പള്ളി, അതോടൊപ്പം തൃക്കാക്കര, പാലക്കാട്, നിലമ്പൂരും സ്വാഭാവികമായിട്ടും അറിയാമായിരുന്നു. 5 ബൈ ഇലക്ഷനിൽ 4 എണ്ണം അന്ന് വിജയിച്ചു. ഈ ഏറ്റവും അവസാനമായിട്ട് വിജയിച്ച നിലമ്പൂരിൽ ബഹുഭൂരിപക്ഷത്തോടുകൂടി അത് മണ്ഡലം തിരിച്ചുപിടിക്കുകയായിരുന്നു. അപ്പോൾ തിരിച്ചുപിടിച്ചതോടുകൂടി രമേശ് ചെന്നിത്തലയ്ക്കല്ല കോൺഗ്രസിൽ കൂടുതൽ പ്രാഗൽഭ്യമെന്നും തനിക്കാണ് എന്നും താനാണ് ഈ വിജയശില്പി എന്നുള്ള രീതിയിലേക്ക് അദ്ദേഹം വന്നിരുന്നു എന്നുള്ളതാണ്. അന്ന് തൊട്ട് ഇന്ന് വരെ ഈ ഒരു 10 മാസക്കാലമായിട്ട് VD സതീശൻ ഏതാണ്ട് മുഖ്യമന്ത്രി കസേരയിലേക്ക് അടുത്തുകൊണ്ടിരിക്കുന്നു എന്നുള്ള രീതിയിൽ തന്നെയാണ് പെരുമാറിയുന്നത് അദ്ദേഹത്തിൻ്റെ അനുയായികളും. അതിൻ്റെ ഭാഗമായിട്ടാണ് എറണാകുളം ജില്ലാ കോൺഗ്രസ് അധ്യക്ഷനായ മുഹമ്മദ് ഷിയാസ്, അദ്ദേഹം ഒരു കൊച്ചിയിലെ സ്ഥാനാർത്ഥി എന്നതിനേക്കാളപ്പുറം അദ്ദേഹം ജില്ലാ കോൺഗ്രസ് അധ്യക്ഷൻ എന്നുള്ള രീതിയിൽ എല്ലാ വിഭാഗം കോൺഗ്രസ്സുകാരെയും ഒരുമിച്ച് കൊണ്ടുപോകാൻ ബാധ്യസ്ഥനായ ഒരു നേതാവാണ്. പക്ഷേ അദ്ദേഹം പറഞ്ഞത് എന്താണ്? എറണാകുളത്ത് ഒരു മുഖ്യമന്ത്രി വരണം എന്നാണ്. എറണാകുളത്ത് ഒരു മുഖ്യമന്ത്രി വരണം എന്ന് പറയുന്നത് ഒരിക്കലും TJ വിനോദിനെ കുറിച്ചായിരിക്കില്ല നമുക്കറിയാം, ഉമാ തോമസിനെ കുറിച്ചായിരിക്കില്ല അറിയാം, അല്ലെങ്കിൽ എറണാകുളത്ത് എല്ലാവർക്കും അറിയാം. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിനെതിരെ വലിയ പ്രതിഷേധമുയരുന്നു കോൺഗ്രസിൽ നമ്മൾ കാണുന്നുണ്ട്. അപ്പോൾ ബാബുവെ പോലുള്ള കുറച്ചും കൂടി സീനിയർ മോസ്റ്റ് ആയിട്ടുള്ള നേതാവാണ് ഇന്ന് അദ്ദേഹത്തിനെതിരെ പ്രതികരണവുമായി വന്നത്. ഒപ്പം ഡൊമിനിക് പ്രസന്റേഷൻ വന്നു. ഇവരൊക്കെ പ്രഗത്ഭരായ നേതാക്കന്മാരും കോൺഗ്രസിനെ ഒരു കാലത്ത് താങ്ങി നിർത്തിയ ആളുകളൊക്കെ തന്നെയാണ് നമ്മൾ കാണുന്നുണ്ട്. അപ്പോൾ മുഹമ്മദ് ഷിയാസിനെ പോലുള്ള ഒരു നേതാവ് ഒരിക്കലും അവക്കമായി ഇത്തരത്തിൽ പെരുമാറാൻ പാടില്ല. ഇപ്പോൾ ലിജു ആണ് പറഞ്ഞത് ആലപ്പുഴയ്ക്ക് വേണ്ടി ഒരു മുഖ്യമന്ത്രി വേണമെന്ന്. ആലപ്പുഴയിൽ ഒരുപാട് മുഖ്യമന്ത്രിമാരുണ്ടായിട്ടുണ്ടെന്ന് നമുക്കറിയാം. അതുകൊണ്ട് തന്നെ ആലപ്പുഴയ്ക്ക് ഒരു മുഖ്യമന്ത്രി വേണം എന്നുള്ള പ്രയോഗവും രമേശ് ചെന്നിത്തലയ്ക്ക് വേണ്ടിയിട്ടാണ് എന്നുള്ളതാണ്. മാത്രമല്ല ഇനിയിപ്പോൾ സംഭവിക്കാൻ പോകുന്നത് മുഖ്യമന്ത്രി ആവാൻ വേണ്ടി സാധാരണ MLA-മാരുമായി യോഗം ചേർന്ന് അവരുടെ അഭിപ്രായം കൂടി കേട്ടതിന് ശേഷമായിരിക്കും AICC തീരുമാനമെടുക്കുക. ഇവിടെ മുഖ്യമന്ത്രി ആവാൻ വേണ്ടി തങ്ങളുടെ പക്ഷത്തേക്ക് MLA-മാരെ കൂട്ടാൻ വേണ്ടിയുള്ള ശ്രമമാണ് ഇപ്പോൾ തുടങ്ങിയിരിക്കുക. അതായത് മത്സരിച്ച് ജയിക്കും എന്ന് ഏറെക്കുറെ ഉറപ്പുള്ള ആളുകളെ MLA-മാരെയൊക്കെ രഹസ്യമായി ബന്ധപ്പെടുകയും ദൂതന്മാർ ത്രൂ അവരുമായി സംസാരിക്കുകയൊക്കെ ഇപ്പം തന്നെ ചെയ്തു കഴിഞ്ഞു എന്നുള്ളതാണ് നമ്മളിൽ കാണുന്നത്. ഇതിൽ വരാൻ പോകുന്നൊരു ഏറ്റവും വലിയ അപകടം എന്നല്ല, ഇവർക്ക് രണ്ടുപേർക്കും സംഭവിക്കാൻ പോകുന്നൊരു ദുരന്തം എന്ന് പറയുന്നത് ഇവർ രണ്ടുപേരും അല്ലാത്തൊരു നേതാവ് മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് വരും എന്നാണ്. അത് KC വേണുഗോപാൽ മുഖ്യമന്ത്രി ആവുന്നതിന് തെരഞ്ഞെടുപ്പിന് മുന്നേ തന്നെ അങ്ങനെ ഒരു നെറേറ്റീവ് ഉണ്ടായിരുന്നു എന്നത് നമുക്കറിയാം. ഇതുകൊണ്ടും KC വേണുഗോപാൽ മുഖ്യമന്ത്രി സ്ഥാനത്ത് അർഹനാണ് എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയം. പക്ഷേ MP-മാരും മത്സരിക്കേണ്ട എന്ന് പറയുകയും ഒരു ബൈ ഇലക്ഷന് വേണ്ടി കേരളത്തിൽ ഒരു സാഹചര്യം ഉണ്ടാവരുത് എന്ന് AICC തീരുമാനിക്കുകയും ചെയ്തതിന് ശേഷം ഏതെങ്കിലും കാരണവശാൽ KC ഇങ്ങോട്ട് കേരളത്തിൽ വന്ന് മുഖ്യമന്ത്രി ആവോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ഇല്ല എന്നാണ് പറയേണ്ടത്. പക്ഷേ ഇവിടെ തല്ല് മുറുകുകയും രണ്ട് നേതാക്കന്മാരും സമവായത്തിന് തയ്യാറാവാതിരിക്കുകയും ചെയ്താൽ സ്വാഭാവികമായിട്ടും AICC-ക്ക് ഒരു തീരുമാനം എടുക്കേണ്ടി വരും നമ്മൾ കാണേണ്ടത്. ഇതിനകത്ത് നമ്മൾ പരാമർശിച്ചു പോകേണ്ട ഒരു കാര്യമുണ്ട്. ഈ പ്രാവശ്യം ഒരു പ്രതിപക്ഷ നേതാവ് കോൺഗ്രസുമായിട്ട്, അതായത് കോൺഗ്രസ് എന്ന പാർട്ടി മത്സരരംഗത്ത് ഉണ്ടായിരുന്നില്ല, UDF ആണ് മത്സരരംഗത്തുണ്ടായിരുന്നത്. കാരണം കോൺഗ്രസിൻ്റെ ഇന്ദിരാഭവൻ ഉൾപ്പെടെ വളരെ ശോകമൂകമായിരുന്നു എന്ന് വേണം നമ്മൾ മനസ്സിലാക്കാനായിട്ട്. അതല്ലെങ്കിൽ കോൺഗ്രസിൻ്റെ ഒരു സംഘടനാ സംവിധാനത്തെ ഇപ്രാവശ്യം നിയന്ത്രിച്ചിരുന്നത് VD സതീശനാണ്. അതിൻ്റേതായിട്ടുള്ള ഒരുപാട് അപാകതകൾ
ഇവരുടെ സംഘടനാ രംഗത്ത് തെരഞ്ഞെടുപ്പ് രംഗത്ത് സംഘടന സംവിധാനം ഉണ്ടായിരുന്നത്. അല്ല, അങ്ങനെയല്ല, പല ബൂത്തുകളിലും ഇതിൻ്റെയൊക്കെ കയ്യോലികളാ. അനീതികളുണ്ട്. കാരണം നിർളിച്ചിട്ടുണ്ടത് അത് നമ്മൾ കാണാതെ പോരുത്. കാരണം കോൺഗ്രസ് KPCCയുടേതായിട്ട് DCCയുടേതായിട്ടുള്ള രീതിയിലുള്ള നിർദ്ദേശങ്ങളോ കാര്യങ്ങളോ ഒക്കെ പോകുന്നതിന് ഒരുപാട് കാലതാമസം വന്നിട്ടുണ്ട്. എന്തിനേറെ പറയുന്നു, പ്രകടന പത്രിക പുറത്തിറക്കാൻ പോലും വൈകി എന്ന് നമ്മൾ പറയുന്ന സമയത്ത് ഒന്ന് ആലോചിച്ച് നോക്കൂ. കാരണം പത്രിക ഒരേ ദിവസം തന്നെയാണ്, പക്ഷേ കോൺഗ്രസിന് കുറച്ച് വൈകിട്ടുണ്ട്. അത് വൈകിട്ടില്ല എന്ന് നമുക്ക് പറയാൻ വേണ്ടി സാധിക്കില്ല. കാരണം വേണ്ടത്ര കൂടിയാലോചനകൾ ഉണ്ടായിട്ടില്ല. കൂടിയാലോചന അത് CP ജോൺ അധ്യക്ഷനായിരുന്നു. പക്ഷേ ആ കമ്മിറ്റികളൊക്കെ എത്ര പ്രാവശ്യം കൂടിയിട്ടുണ്ട് എന്നുള്ളതിനെ കുറിച്ചൊക്കെ കൃത്യമായ ധാരണ നമ്മളിപ്പോ ഈ ഓൺലൈൻ സംവിധാനമൊക്കെ വന്നോണ്ട് ഓൺലൈൻ മീറ്റിംഗ് ഒക്കെ ഉണ്ട് പല സ്ഥലത്ത്. ഇവര് കോഴിക്കോട് മീറ്റിംഗ് കൂടിയിരുന്നു, അതിനുശേഷം തിരുവനന്തപുരത്ത് മീറ്റിംഗ് കൂടിയിരുന്നു. ഇതിനെക്കുറിച്ചൊക്കെ കൃത്യമായ ഒരു ധാരണയുണ്ട്. പക്ഷേ 2021 പുറത്തിറക്കിയ ആ പ്രകടന പത്രികയുടെ കൂടെ ഇന്ദിരാ ഗ്യാരണ്ടി എന്നുള്ള 5 എണ്ണം എഴുതി ചേർത്തു എന്നതിനപ്പുറത്തേക്ക് വേറൊന്നും പുതുതായിട്ട് അതിനകത്ത് ഉൾക്കൊള്ളിച്ചിട്ടില്ല. അല്ല, കഴിഞ്ഞ തവണത്തെ ഒന്നും നടപ്പിലാക്കാൻ പറ്റാത്ത ഭരണത്തിൽ വരാതെ അങ്ങനെയല്ല. VD സതീശൻ പറഞ്ഞത് എന്താ വെച്ചാൽ 2-3 കോൺക്ലേവുകളൊക്കെ നടത്തിയിരുന്നു. ഈ കോൺക്ലേവുകളുടെ അടിസ്ഥാനത്തിൽ പുതിയ ഒരു സിസ്റ്റം ഞങ്ങൾ പൊതുജനങ്ങൾക്ക് മുമ്പിൽ വെക്കും, പുതിയ ഒരു അജണ്ട ഞങ്ങൾ പൊതുജനങ്ങളുടെ മുമ്പിൽ വെക്കും എന്നൊക്കെയാണ് പറഞ്ഞത്. പക്ഷെ അതൊന്നും നടന്നില്ല. സുധാകരൻ KPCC പ്രസിഡന്റ് ആവുന്ന സമയത്ത് കോൺഗ്രസിനെ സെമി കട സിസ്റ്റത്തിലേക്ക് കൊണ്ടുവരും എന്നൊക്കെ പറഞ്ഞു. യഥാർത്ഥത്തിൽ സംഘടനാ സംവിധാനം ഏറ്റവും തകർന്നു പോയത് ആ സമയത്താണ്. സുധാകരന്റെ ഏറ്റവും അവസാന സ്ഥാനം ഒഴിയുന്ന ആ സമയത്താകുമ്പോഴേക്ക് തന്നെ സംഘടനാ സംവിധാനം പൂർണ്ണമായും താഴെത്തട്ടിൽ ഉണ്ടായിരുന്നില്ല എന്നുള്ള സത്യമാണ്. തദ്ദേശ സ്ഥാപനങ്ങളിലെ തെരഞ്ഞെടുപ്പ് നടക്കുന്ന സമയത്തും ഇതേ അവസ്ഥ തന്നെയായിരുന്നു. കോൺഗ്രസിനെ ശക്തിപ്പെടുത്തും എന്ന് ഇവർ മീറ്റിംഗ് ചേർന്ന് പറയുകയും VD സതീശന്റെയും മറ്റു നേതാക്കന്മാരുടെയൊക്കെ വാർത്താ സമ്മേളനത്തിൽ പറയുകയല്ലാതെ യഥാർത്ഥത്തിൽ സംഘടനാ സംവിധാനം ശക്തിപ്പെടുത്തും. എന്തിന് DCCകൾ പുനഃസംഘടിപ്പിക്കുമെന്ന് പ്രഖ്യാപിച്ച് നടത്താൻ പറ്റാതെ അതിന് പോലും തടസ്സമായിട്ട് നിന്നത് പ്രതിപക്ഷ നേതാവാണ്. അതുകൊണ്ട് KPCC സെക്രട്ടറിമാരുടെ ലിസ്റ്റ് ഇപ്പോഴും പുറത്തിറങ്ങാത്തതിന് കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ VD സതീശന്റെ ചില നിലപാടുകളാണ്. അല്ല, അതെന്താ സംഭവം എന്ന് പറഞ്ഞാൽ 250 പേരുടെ ലിസ്റ്റാണ് ഇപ്പൊ കൊടുത്തിരിക്കുന്നത്. AICCന്റെ മുന്നിലുള്ള 250 പേരുടെ ലിസ്റ്റ് ഇപ്പോൾ അവിടെ പൊടിപിടിച്ച് കിടക്കുകയാണ്. കാരണം എത്രയും പേര് കണ്ട് ഇത് വായിച്ചു തീർക്കണ്ടേ. ഈ KPCC അധ്യക്ഷൻ തുടങ്ങി ആ ഭാരവാഹികളെല്ലാം കൂടി ഏതാണ്ട് 100-350 പേരുണ്ട്. അപ്പം KPCC ഇത്രയും ഭാരവാഹികളെ പ്രഖ്യാപിച്ചെന്ന് കണ്ടാൽ അങ്ങോട്ടും ഇങ്ങോട്ടും മനസ്സിലാവുന്ന ഒരു സമ്മേളനത്തിന് ആളുണ്ടാവുന്നേ ഭാരവാഹികൾ തന്നെ. KPCCക്ക് പിന്നെ സമരം നടത്താനായിട്ട് പുറത്തുനിന്ന് കാശ് കൊടുത്ത് ആളിറക്കേണ്ട ആവശ്യമില്ല. എല്ലാ KPCC ഭാരവാഹികളും എത്തിച്ചേരണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓരോ KPCCയുടെ മീറ്റിംഗ് എല്ലാ മാസവും നടത്തുക, എല്ലാ മാസവും സെക്രട്ടേറിയറ്റിന് മുമ്പിൽ ഓരോ സമരം നടത്തുക. അതുകൊണ്ട് ഇത്തവണ ഭരണത്തിൽ വന്നു കഴിഞ്ഞാൽ UDF ഭരണത്തിൽ വരും എന്നാണല്ലോ ഇപ്പൊ ഏറെക്കുറെയൊക്കെ ഉറപ്പാക്കിയിരുന്നത്. ഞാൻ കരുതുന്നില്ല. അല്ല, അങ്ങനെയാണ്, ഞാൻ അങ്ങനെ പ്രഖ്യാപിച്ചല്ല. ഞാൻ കരുതുന്നില്ല. സ്ഥിതിഗതികൾ UDFന് അനുകൂലമാണ് എന്നുള്ള ഒരു വിലയിരുത്തലാണ് ഇപ്പോൾ ഉള്ളത്. അതുകൊണ്ട് തന്നെ ഈ മുഖ്യമന്ത്രി പദവുമായി ബന്ധപ്പെട്ടുള്ള ചർച്ചകൾ ഈ കോൺഗ്രസിന് ഗുണകരമാവില്ല. അതുപോലെ തന്നെ ലീഗും എന്ന് പറഞ്ഞിട്ട് ആ അവസ്ഥയിലേക്കൊന്നും എത്തിയിട്ടില്ല. ആ സമയമാകുമ്പോൾ അഭിപ്രായം പറയാം എന്നുള്ളതാണ്. അതുകൊണ്ട് ഈ അടി ഇപ്പോൾ ഉള്ള അടി തുടങ്ങി അത് നമ്മൾ മെയ് 4-ാം തീയതി റിസൾട്ടൊക്കെ പ്രഖ്യാപിച്ച് UDFന് അനുകൂലമായൊരു തരംഗമാവുകയാണെങ്കിൽ അത് വലിയ രീതിയിൽ കോൺഗ്രസിന് സന്തോഷവും ഒപ്പം തന്നെ ആശങ്കയും ഉണ്ടാക്കും എന്നുള്ളതാണ് നമ്മളിൽ കാണേണ്ടിയുള്ളത്. അതുകൊണ്ട് VD സതീശനോ രമേശ് ചെന്നിത്തലയോ ആരും ആവട്ടെ, പക്ഷേ ഈ അടി നല്ലതല്ല എന്ന് മാത്രമേ അവരോട് അഭ്യർത്ഥിക്കാനുള്ളൂ.